Hello friends, welcome to eureka. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്യൂ എന്താണ്, അതെങ്ങനെയാണ് ജാവയിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നതെന്നാണ്. ഇതാണ് നമ്മൾ സാധാരണ നമ്മൾ ലൈൻ നിൽക്കില്ലേ ക്യൂ, അത് തന്നെയാണ് നമ്മുടെ ജാവ പ്രോഗ്രാമിലെയും ക്യൂ. നമ്മളിപ്പോൾ ഒരു ടിക്കറ്റ് കൗണ്ടറിൽ നിൽക്കുകയാണ്, അല്ലെങ്കിൽ ഒരു റെയിൽവേ ടിക്കറ്റ് കൗണ്ടർ, അല്ലെങ്കിൽ ഒരു സിനിമ ടിക്കറ്റ് കൗണ്ടർ, അവിടെ നമ്മൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു ക്യൂ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാറില്ലേ? അപ്പോൾ എങ്ങനെയാണ്? ആദ്യം നിൽക്കുന്ന ആദ്യം ഒരാൾ വരും, അയാളുടെ ബാക്കിൽ പിന്നെ വരുന്നവരൊക്കെ എൻ്റെ പുറകിലാണ് നിൽക്കുന്നത് അല്ലേ? എന്നിട്ട് ആദ്യം നിൽക്കുന്ന ആൾക്കാണ് ആദ്യം ടിക്കറ്റ് കൊടുക്കുന്നത്. അവർ പോയി കഴിഞ്ഞാൽ അടുത്ത് നിൽക്കുന്ന ആൾക്കല്ലേ? ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് കൺസെപ്റ്റ്, അതായത് ഫിഫോ കൺസെപ്റ്റാണ്. അതായത് ഫസ്റ്റ് ഇന്ന് ഫസ്റ്റായിട്ട് വന്നത് ആരാണോ അവരായിരിക്കും ഫസ്റ്റായിട്ട് ഔട്ടാവുന്നത് അല്ലേ? ഫസ്റ്റ് ആ ക്യൂവിനകത്തോട്ട് ഇൻസേർട്ട് ആയത് ആരാണ്? ഈ ഫ്രണ്ടിൽ നിൽക്കുന്ന ആളാണ് ആദ്യമായിട്ട് ക്യൂവിലോട്ട് വന്നത്, അവരാണ് അപ്പോൾ ആദ്യം പോകുന്നത്. പിന്നെ അതായി രണ്ടാമത് നിൽക്കുന്ന ആൾ, പിന്നെ ഈ മൂന്നാമത് നിൽക്കുന്ന ആൾ, അങ്ങനെയല്ലേ? അല്ലാതെ ഈ ഇടയ്ക്കൂന്നൊന്നും ഇതിനെ റിമൂവ് ചെയ്യാൻ പറ്റില്ല. ക്യൂവിൽ വരുന്ന ഓർഡറിലാണ് അതിനെ റിമൂവ് ചെയ്യുന്നത്. ഇത്ര ഈ കൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ മതി. നമുക്കിനി ക്യൂ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് പുതിയൊരു ജാവ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ക്യൂ ടെസ്റ്റ് എന്ന് കൊടുക്കാം, ഫിനിഷ് കൊടുക്കാം. ഇനി ഇതിനകത്ത് പുതിയൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യാം. ക്യൂ എക്സാമ്പിൾ എന്ന് കൊടുക്കാം, വോയിഡ് മെയിൻ ടിക്ക് ചെയ്യാം. ഇപ്പോൾ ഇതാ ഒരു ക്യൂ എക്സാമ്പിൾ എന്ന് പറഞ്ഞൊരു ക്ലാസ് ക്രിയേറ്റ് ആയി. നമുക്ക് ക്യൂ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ കോംപ്ലക്സ് ആയിട്ടുള്ള കോഡൊന്നും ചെയ്യേണ്ട. ക്യൂവിൻ്റെ ക്ലാസ്സുകൾ ഇതിനകത്ത് ഓൾറെഡി ഇൻബിൽഡ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ പ്രോപ്പർട്ടി ആക്സസ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്താ സാധാരണ ചെയ്യുക? അപ്പോൾ ഇൻബിൽഡ് ക്ലാസ് ആണെങ്കിലും നമ്മൾ ക്രിയേറ്റ് ചെയ്ത ക്ലാസ് ആണെങ്കിലും അതിൻ്റെ പ്രോപ്പർട്ടി ആക്സസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഒബ്ജക്റ്റ് ഉണ്ടാക്കണം അല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ക്യൂ എന്ന് എഴുതുക. എന്നിട്ട് ഒബ്ജക്റ്റ് നെയിം ഞാൻ ക്യൂ എന്ന് തന്നെ കൊടുക്കുകയാണ്, ഈക്വൽസ് ന്യൂ ക്യൂ. ഇങ്ങനെയല്ലേ നമ്മൾ സാധാരണ കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ കൊടുക്കുക. എന്നിട്ട് ഇതാ ഇവിടെ ഒരു എറർ കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ്? ക്യൂവിനെ ഇമ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ എന്താ, വീണ്ടും ക്യൂ ഇതിനെ ഇങ്ങനെ കാണിക്കുന്നു. ഇതെന്താണെന്ന് വെച്ചാൽ ക്യൂവിന് മാത്രം ഇങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. സാധാരണ എന്താണ്? ക്ലാസ് നെയിം ഒബ്ജക്റ്റ് നെയിം ഈക്വൽ ടു ന്യൂ, ആ ക്ലാസ് നെയിം തന്നെയാണ് കൊടുക്കുക. ക്യൂവിൻ്റെ കേസിൽ ഇവിടെ ക്യൂ എന്നല്ല നമ്മൾ കൊടുക്കേണ്ടത്, ലിങ്ക്ഡ് ലിസ്റ്റ് എന്നാണ് കേട്ടോ. അതിനെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ ചിന്തിക്കേണ്ട, ജസ്റ്റ് ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് കൊടുത്താൽ മതി. എന്നിട്ട് ഇമ്പോർട്ട് ലിങ്ക്ഡ് ലിസ്റ്റ്, അതിനെ അങ്ങ് ഇമ്പോർട്ട് ചെയ്താൽ മതി, അല്ലാതെ വേറെ കാര്യമൊന്നുമില്ല. ഇനി എന്താണ്? ഈ ഒബ്ജക്റ്റ് നെയിം ഡോട്ട് ആഡ്. ഇപ്പം നമ്മൾ ഒരു സിനിമയ്ക്ക് ടിക്കറ്റ് എടുക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ ഫ്രണ്ടിൽ നിൽക്കുകയാണ് സൂസൻ. ഓക്കെ, ഇനി അടുത്ത ക്യൂവിൽ ബാക്കിൽ അടുത്ത ആൾ നിൽക്കുകയാണ്, ക്യൂ ഡോട്ട് ആഡ് ഓഫ് AB. ഓക്കെ, ഇനി നെക്സ്റ്റ് അടുത്ത ആൾ നിൽക്കുകയാണ് ജിജോ. ഒരാളെ കൂടെ ആഡ് ചെയ്യാം, ആഡോ അഞ്ചു. 4 പേര് നിൽക്കുകയാണ് ഒരു സിനിമ ടിക്കറ്റ് കൗണ്ടറിൽ ടിക്കറ്റ് എടുക്കാൻ. ഓക്കെ, ഇതിപ്പോൾ ഫിഫോ കൺസെപ്റ്റാന്നല്ലേ പറഞ്ഞത്? ആദ്യം വന്ന ആൾ ഫ്രണ്ടിലായിരിക്കും അല്ലേ? ഇപ്പം നമുക്കിത് ജസ്റ്റ് ഒന്ന് സിസ് ഔട്ട് ചെയ്ത് നോക്കാം. സിസ് ഔട്ട്, അപ്പോൾ സിസ് ഔട്ട് ക്യൂ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഇത് ഇൻസേർട്ട് ചെയ്ത ഓർഡറിൽ തന്നെ ഇത് വരും. അതാ സൂസൻ, AB, ജിജോ, അഞ്ചു. ഇനി ഇത് റിമൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ മുമ്പേ സ്റ്റാക്കിൻ്റെ എക്സാമ്പിൾ ചെയ്തിരുന്നു, അത് വീഡിയോ കാണാത്തവർ കാണുക. സ്റ്റാക്കിൽ എങ്ങനെയായിരുന്നു? ഇത് ഇൻസേർട്ട് ചെയ്ത ഓർഡറിൽ തന്നെ പ്രിൻറ്റ് ചെയ്ത് കാണിക്കും, പക്ഷേ അതിൽ നിന്ന് റിമൂവ് ചെയ്യുന്നത് ലാസ്റ്റ് വന്ന ആളായിരിക്കും ആദ്യം പോകുന്നത് അല്ലേ? ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ടായിരുന്നു. ഇവിടെ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ടാണ്. സ്റ്റാക്കിൽ ചെയ്യുമ്പോൾ എന്താണ്? ആദ്യം 5 ആണ് റിമൂവ് ആവുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മൾ റിമൂവ് ചെയ്യുമ്പോൾ ആദ്യം ഏതാണ് റിമൂവ് ആവുന്നത്? ക്യൂവിൽ നിന്ന ഓർഡറിൽ തന്നെ. ഞാൻ മുമ്പേ പറഞ്ഞ എക്സാമ്പിൾ ഫ്രണ്ടിൽ നിന്നില്ലേ, ഇവരായിരിക്കും ആദ്യം പുറത്തോട്ട് പോകുന്നത്. ക്യൂവിൽ അങ്ങനെയല്ലേ സാധാരണ? അല്ലാതെ ബാക്കിൽ നിന്നല്ലല്ലോ ആൾക്കാർ പോകുന്നത്, ഫ്രണ്ടിൽ നിന്നല്ലേ മാറി തരുന്നത് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞ്. അപ്പോൾ നമുക്ക് ഇതിനകത്തുനിന്ന് എങ്ങനെ റിമൂവ് ചെയ്യുന്നതെന്ന് നോക്കാം. റിമൂവ് ചെയ്യുന്നത്, ഇപ്പോൾ ഇത് പ്രിൻറ്റ് ചെയ്ത് അവിടെ കിടക്കട്ടെ. റിമൂവ് ചെയ്യാൻ നമ്മൾ ക്യൂ ഡോട്ട് പോൾ എന്നൊരു ഫംഗ്ഷൻ ഉണ്ട്. ഓക്കെ, ക്യൂവിൽ നമ്മൾ സാധാരണ ഫ്രണ്ടും റിയറുമാണ് പറയുന്നത്. ഏറ്റവും മുമ്പിലത്തെ എലമെൻറ്റിന് ഫ്രണ്ട് എന്ന് പറയും, ലാസ്റ്റ് എലമെൻറ്റിന് റിയർ എന്ന് പറയും. ഇതിനകത്ത് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് ഫ്രണ്ടും റിയറും ഒന്നും ഇല്ല. ഇവിടെ ക്യൂ ഡോട്ട് F കൊടുത്താൽ ഫ്രണ്ടൊന്നും വരില്ല. അതുപോലെ ലാസ്റ്റ് എലമെൻറ്റ് റിയർ എന്നാണ് പറയുന്നത്, റിയറും ഇല്ല. ഇതിന് പകരം നമ്മൾ ആഡ് ചെയ്യുന്നു, റിമൂവിന് പകരം നമ്മളിവിടെ പറയുന്നത് പോൾ എന്നാണ്. മറ്റേ സ്റ്റാക്കിൽ നമുക്ക് പോപ്പ് ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, ഇതിന് നമ്മൾ പറയുന്നത് പോൾ എന്നാണ് അല്ലേ? അപ്പോൾ ഇത് കൊടുക്കാം. എന്നിട്ട് ഇതിനെ പോൾ ചെയ്തിട്ട് ഒന്നുകൂടി ഇത് സിസ് ഔട്ട് ചെയ്ത് നോക്കാം. അപ്പം നമുക്കറിയാമല്ലോ ആരാദ്യം പുറത്ത് പോയെന്ന്. ഇനി നമുക്കിത് റൺ ചെയ്ത് നോക്കാം.
ഓക്കെ, ഇപ്പോൾ റൺ ചെയ്തപ്പോൾ കണ്ടോ, ഫ്രണ്ടിൽ നിന്ന് ആരായിരുന്നു? സൂസൻ പോയി. ബാലൻസ് ഉള്ളത് എബി, ജിജോ, അഞ്ജു. ഇനി നമ്മൾ ഒന്നുകൂടെ പോൾ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ഒന്നുകൂടെ പോൾ ചെയ്തപ്പോൾ ഇപ്പോൾ ബാലൻസ് ആരാ ഉള്ളത്? എബി ഉണ്ട്, ജിജോ ഉണ്ട്, അഞ്ജു ഉണ്ട്. അടുത്ത ഫ്രണ്ടിൽ ഇരിക്കുന്ന ആരാ? എബി അല്ലേ. അപ്പോൾ എബി പോകണം. അപ്പോൾ ഇതിങ്ങനെ കൊടുത്തു, എന്നിട്ട് പ്രിൻ്റ് ആക്കുകയാണ്. അപ്പോൾ അതാ എബി പോയി, ജിജോയും അഞ്ജുവും. ഈ ക്യൂ ഡോട്ട് പോൾ ആരാണ് ആദ്യം റിമൂവ് ചെയ്തതെന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ വേണമെങ്കിൽ ഈ പോളിനെ ഒരു സിസ് ഔട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആരാണ് റിമൂവ് ആയതെന്ന് മനസ്സിലാവും. അതിന് വേണ്ടിയിട്ട് ഈ ക്യൂ ഡോട്ട് പോൾ ഞാൻ കട്ട് ചെയ്തിട്ട് ക്യൂ ഡോട്ട് പോളിനെ ഇവിടെ കൊടുക്കുകയെന്ന് വിചാരിക്കുക. അപ്പോൾ ഇത് നമുക്ക് കളയാം ജസ്റ്റ്. മറ്റേ ക്യൂ ഡോട്ട് പോളും ഇതിലെ ആരാണ്? ഇപ്പം ഞാൻ ആദ്യം തൊട്ട് വീണ്ടും റൺ ചെയ്യാണ്. ഇപ്പം ഇത്രയും പേരുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം പോളായത് സൂസനാണ്. ഇനി നമുക്കിതൊന്നുകൂടെ പ്രിൻ്റ് ചെയ്ത് നോക്കാം. ഒന്നുകൂടെ പ്രിൻ്റ് ചെയ്യുമ്പോൾ ആദ്യം അടുത്തത് പോയത് ആരാണ്? എബി. വീണ്ടും പ്രിൻ്റ് ചെയ്യുമ്പോൾ ജിജോ ആയിരിക്കും പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇതിനെ റിമൂവ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എലമെൻറ്റ് എങ്ങനെയാണ് ഇൻസേർട്ട് ചെയ്യുന്നതെന്ന് മനസ്സിലായി. ആ ഒബ്ജക്റ്റ് നെയിം ഡോട്ട് ആഡ് കൊടുത്താൽ മതി. റിമൂവ് ചെയ്യാൻ പോൾ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് കൂടാതെ ഒരുപാട് വേറെ ഫംഗ്ഷനും ഉണ്ട്. നമുക്ക് ജസ്റ്റ് കമൻറ്റ് ചെയ്യാം. അപ്പോൾ പോളിന് പകരം ഇപ്പം നിങ്ങൾക്ക് ഏറ്റവും ഫ്രണ്ടിലുള്ള എലമെൻറ്റ്, ഏറ്റവും മുകളിലുള്ള ആളാരാണെന്ന് അറിയണം. അതിന് വേണ്ടിയിട്ട് ഇതിപ്പോൾ 4 പേരെ ഉള്ളതുകൊണ്ട് നമുക്കൊരു കൺഫ്യൂഷൻ ഇല്ല. പക്ഷേ ഒരു 50 100 പേരാണോ ഉള്ളതെങ്കിൽ നമ്മൾ സ്ക്രോൾ ചെയ്ത് മേപ്പോട്ട് പോകണ്ടേ. അങ്ങനെ നോക്കണ്ട. ക്യൂ ഡോട്ട് പീക്ക് എന്ന് കൊടുത്താൽ മതി. പീക്ക് എന്ന് വെച്ചാൽ ഏറ്റവും ഫ്രണ്ടിൽ. ഇപ്പോൾ സ്റ്റാക്കാണ് ഏറ്റവും മുകളിലെന്ന് പറയാം, ക്യൂ ആണ് ഏറ്റവും ഫ്രണ്ടിലുള്ള ആളാരാന്ന് കാണിച്ചു തരും. അപ്പോൾ അത് റൺ ചെയ്യുമ്പോൾ സൂസൻ അല്ലേ ഏറ്റവും ഫ്രണ്ടിൽ. ഓക്കെ, ഇത് കൂടാതെ ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഡോട്ട് അടിച്ച് കൊടുത്താൽ മതി. ഇത് കണ്ടോ, ഇങ്ങനെയുണ്ട്. ഡോട്ട് കണ്ടെയ്ൻസ് ഉണ്ട്, എലമെൻ്റ് ഉണ്ട്, ഈസ് എംപ്റ്റി ഉണ്ട്, പീക്ക് ഉണ്ട്, പോൾ നമ്മൾ ചെയ്തു, റിമൂവ് ഉണ്ട്, സൈസ് ഉണ്ട്. ഇപ്പോൾ ഞാൻ സൈസ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് റൺ ചെയ്യുമ്പോൾ സൈസ് 4, 4 പേരല്ലേ ഉള്ളത്. ഇനിയുണ്ട് ഡോട്ട് കൊടുത്തിട്ട് താഴോട്ട് ഇങ്ങനെ അടിച്ചു കൊടുത്താൽ മതി. സൈസ് ഉണ്ട്, പിന്നെ ടു അറേ, ക്ലിയർ ഉണ്ട്. ക്ലിയർ കൊടുത്തു കഴിഞ്ഞാൽ ഇതെല്ലാം ക്ലിയർ ആവും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് വേണമെങ്കിൽ ഈ എലമെൻറ്റിനെയല്ല, ഇപ്പം നിങ്ങളൊരു 200 പേരുള്ള ഒരു ക്യൂ ആഡ് ചെയ്തു നോക്കുക. അപ്പോൾ ഓരോന്ന് കോഡ് എഴുതി നിങ്ങൾ റിമൂവ് ചെയ്യേണ്ട. പകരം ക്യൂ ഡോട്ട് ക്ലിയർന്ന് കൊടുത്താൽ മതി. ക്ലിയർന്ന് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്നുകൂടെ ഈ ക്യൂ സിസ് ഔട്ട് ചെയ്ത് നോക്കിയാൽ മതി, എല്ലാം ക്ലിയർ ആയോ എന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് നോക്കാം. അതായത് ഇപ്പോൾ റൺ ചെയ്യുമ്പോൾ ഇതെല്ലാം ക്ലിയർ ആയത് കണ്ടോ. ക്ലിയർ ഫംഗ്ഷനെ വിളിച്ചപ്പോൾ അത് ക്ലിയർ ആയി. പിന്നെ ഇത് പ്രിൻ്റ് ചെയ്തപ്പോൾ ഒന്നുമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ആഡിങ്ങും ഇതേ ഉള്ളൂ. ഇനി നമുക്ക് സെർച്ച്, ക്യൂവിൽ എങ്ങനെയാണ് സെർച്ച് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞില്ല. അതും നമുക്ക് നോക്കാം. ഇപ്പോൾ ക്യൂ ഡോട്ട് അതിനും ഫംഗ്ഷനുണ്ട്. ഡോട്ട് കണ്ടെയ്ൻസ് നമ്മൾ കൊടുത്താൽ മതി. ഇതിനകത്ത് കോഡ്സിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം സെർച്ച് ചെയ്യണം. അപ്പോൾ ജിജോ എന്ന് കൊടുക്കുകയാണ്. ജിജോ എന്ന് കൊടുത്തു കഴിയുമ്പോൾ ജിജോ എന്ന് പറഞ്ഞ സ്ട്രിങ് ഇതിനകത്ത് ഉണ്ടോ എന്ന് നോക്കാം. ഇപ്പം നമ്മൾ റൺ ചെയ്യുമ്പോൾ ഇത് ഫോൾസ് ആണ് വരിക. കാരണം എന്താണ്? ജിജോ ഉണ്ട്, പക്ഷേ ഇത് കഴിഞ്ഞ് ഞാൻ ക്ലിയർ ഫംഗ്ഷനെ വിളിച്ചപ്പോൾ ഇതൊക്കെ ക്ലിയർ ആയി അല്ലേ. അപ്പോൾ അതാ ഈ ക്ലിയർ ഫംഗ്ഷനെ കമൻറ്റ് ചെയ്തിട്ട് നമ്മൾ വീണ്ടും റൺ ചെയ്യുകയാണെങ്കിൽ ട്രൂ വരും. ഇതാ കണ്ടോ, ട്രൂ വന്നത്. ഇനി ഇതിനകത്ത് ഇല്ലാത്തൊരു സ്ട്രിങ് കൊടുത്ത് നോക്കാം. സഞ്ജു എന്ന് കൊടുക്കുകയാണ്. ഇല്ലാത്തൊരെണ്ണമാണ് വിളിക്കുന്നതെങ്കിൽ നമുക്കിവിടെ ഫോൾസ് വരും. അപ്പോൾ ഇങ്ങനെയാണ് സെർച്ച് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം നമ്മളിപ്പോൾ ഇങ്ങനെ പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഇപ്പോൾ ക്യൂവിനെ നമ്മളിങ്ങനെ ഇൻസ്റ്റാൻഷിയേറ്റ് ചെയ്തില്ലേ, ഇവിടെ നമുക്ക് ഡേറ്റ ടൈപ്പ് കൊടുക്കാം. ഇപ്പോൾ എൻ്റെത് ഫുള്ള് സ്ട്രിങ് ആയതുകൊണ്ട് എനിക്ക് സ്ട്രിങ് എന്ന് കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ ഇതാ ഇങ്ങനെ കൊടുക്കാം. ഇങ്ങനെ കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ന്യൂ ലിങ്ക്ഡ് ലിസ്റ്റ് സ്ട്രിങ്. എൻ്റേത് സ്ട്രിങ്ങിനെയാണ് സ്റ്റോർ ചെയ്യുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൊടുക്കുന്നത്. ഇങ്ങനെ കൊടുത്തില്ലെങ്കിലും ഇത് വർക്കൗട്ട് ആവും കേട്ടോ. അപ്പോൾ ഇത് റൺ ചെയ്യുമ്പോഴും പഴയതുപോലെ തന്നെ വരും. അപ്പോൾ നിങ്ങളൊരു സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് കൊടുക്കണമെങ്കിൽ, ഇപ്പോൾ ഇൻറ്റിജറാണ് നിങ്ങളുടെ അതിനകത്തെങ്കിൽ ഇവിടെ ഇൻറ്റെന്ന് കൊടുക്കുക, ഡബിൾ ആണെങ്കിൽ ഡബിൾ എന്ന് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ സെർച്ച് ചെയ്യുന്നത് കണ്ടല്ലോ. ഇനി ഇതുപോലെ വേറെ ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്. ഈസ് എംപ്റ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്യൂ എംപ്റ്റി ആണോ എന്നാണ്. അപ്പോൾ ഈ ക്യൂവിനകത്ത് ഇപ്പോൾ 4 എലമെൻ്റ് ഉണ്ട്. എംപ്റ്റി അല്ല അല്ലേ. എംപ്റ്റി ആണെങ്കിൽ ട്രൂ എന്ന് കാണിക്കും, എംപ്റ്റി അല്ലെങ്കിൽ ഫോൾസ് എന്ന് കാണിക്കും. ഫോൾസ് എന്ന് കാണിച്ചുണ്ടോ, അതായത് ഇത് എംപ്റ്റി അല്ല. ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ എലമെൻറ്റിനെ ആഡ് ചെയ്യാം. ഇപ്പം നമ്മൾ ആഡ് ചെയ്യുന്നത് പറഞ്ഞു ക്യൂ ഡോട്ട് ആഡ്, പിന്നെ റിമൂവ് ചെയ്യുന്നത് പറഞ്ഞു ക്യൂ ഡോട്ട് പോൾ. ക്യൂ എന്ന് വെച്ചാൽ ഒബ്ജക്റ്റ് നെയിം, പോൾ ഫംഗ്ഷനെ വിളിച്ചാൽ മതി. എംപ്റ്റി ആണോ എന്ന് ചെക്ക് ചെയ്യാൻ അങ്ങനെ. പിന്നെ സെർച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു. ഇത്രയൊക്കെ ഉള്ളൂ. ക്യൂ വളരെ ഈസിയാണ്. നിങ്ങൾക്ക് അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു.